എടാ നിന്നെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. എടാ നീ എന്തിനാണ് ഇങ്ങനെ സൈക്കോത്തരം കാണുന്നത്? നിനക്ക് ഇത് പ്രാന്താണോ? എന്റെ പൊന്നു പറഞ്ഞ നീ സൈക്കോത്തരൊക്കെ നിർത്ത്. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയരുത്. നീ ഒന്ന് നന്നാവ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ എവിടുന്നാ വന്നത്? കുതിരവട്ടത്തുനിന്നോ അതോ ഊളം പറയുന്നു? എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. എനിക്ക് പറ്റുന്നില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ? അല്ല, ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഞാൻ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇവിടെ സൈഡിൽ ഇരിക്കാമോ? ഞാൻ ഒന്നും മിണ്ടത്തില്ല കേട്ടോ. തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കണ്ടേ. പിടിച്ചു മാറ്റവനെ. ഇപ്പൊ മാറ്റി തരാം. ജാസ്മിൻ കൺഫെഷനിലേക്ക് വരും. ജാസ്മിൻ എന്തൊക്കെയുണ്ട്? വലിയ സുഖമൊന്നുമില്ല ബിഗ് ബോസ്. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. എന്തു പറ്റി? എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. എനിക്ക് സൈക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. മനസ്സൊട്ടും ഒക്കെ അല്ല. എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ്. കുറെ വേണ്ട, പെട്ടെന്നുള്ള ഷോക്ക് ഉണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താൽ മതി. മെയിനായിട്ട് പറഞ്ഞാൽ എനിക്കൊന്ന് കരയാൻ പറ്റുന്നില്ല. എന്നിട്ട് വിഷമങ്ങൾ ഇറക്കി വെക്കാൻ പറ്റുന്നില്ല. മനസ്സിലത് തിങ്ങി 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 നിന്ന്. ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. എന്റെ എല്ലാം പൊട്ടി തകർന്നുണ്ട്. എന്നിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ കാരണം ആൻസിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.